നമസ്കാരം, എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നായര് പിടിച്ച പുലിവാല് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. പൊതുവെ പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ പോകുന്ന വയ്യാവലിയെ ഏണി വെച്ച് പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതാണ് പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ. ഇവിടെ നായര് പിടിച്ച പുലിവാല് എന്നതിനപ്പുറത്തേക്ക് മുരളി പിടിച്ച പുലിവാല് എന്ന് പറയുന്നതാവും യാഥാർത്ഥ്യം. ഈ മുരളീധരൻ ചേട്ടനുണ്ടല്ലോ, മുരളിയേട്ടൻ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഒരിക്കൽ പോലും പൊന്നു മുരളിച്ചേട്ടാ, നിങ്ങൾ ഈ ഒരു വകുപ്പ് ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്കുള്ള കെണിയായിരുന്നു ഇത് എന്ന് പോകെ ദാ ഇപ്പോൾ പുതിയൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നവജാത ശിശുവിനെ പുറത്തേക്ക് എടുക്കുന്നതിനിടയിൽ നവജാത ശിശു അതിൻ്റെ കൈയിലെ അസ്ഥിക്ക് പൊട്ടലുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ് മുരളിയേട്ടാ ഇതൊക്കെ? സത്യത്തിൽ എന്തായിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആരോഗ്യരംഗം മോർച്ചറിയിലാണ്. ഇത് പലപ്പോഴും ഇത് പറയേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ഓരോ ദിവസവും അനുദിനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ സത്യത്തിൽ അപമാനം തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും ആയിരുന്നില്ല. നിങ്ങൾ UDF എന്ന് പറയുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണി കേരളത്തിൽ അധികാരത്തിലേറിയിട്ട് ദിവസങ്ങൾ മാത്രമേ കഴിയുന്നുള്ളൂ. ആ ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ ഒരു വകുപ്പ് ഇത്രത്തോളം തരംതാണു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു മാനേജിങ് കപ്പാസിറ്റി ഇല്ലായ്മയാണോ അങ്ങയുടേത്? ഒരുപക്ഷെ അങ്ങ് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല അങ്ങ് ഒരു തവണ മന്ത്രിയായെങ്കിലും പിന്നീട് പരാജയപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായില്ലേ? അപ്പം അങ്ങയുടെ ഒരുപക്ഷെ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമായിരിക്കാം, വകുപ്പിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. ഇപ്പോൾ നോക്കിക്കോളൂ, തിരുവനന്തപുരത്ത് രോഗി ബെഡിൽ നിന്ന് വീണ് മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക? എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഏറ്റവും കൂടുതൽ എൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴെന്താണ് അവസ്ഥ ഉണ്ടായത്? ആ രോഗിയുടെ തലയ്ക്ക് ഏറ്റ ക്ഷതമാണ് മരണകാരണം എന്നൊരു സംഭവം വരുന്നില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? തലക്കേറ്റ ക്ഷതം, ആ ബെഡിൽ നിന്നും തറയിലേക്ക് വീണത് മൂലമുള്ള മരണം. ഇതാണ് പ്രശ്നം. ഇതിൽ ആരെയാണ് കുറ്റം പറയുന്നത്? കഴിഞ്ഞ ദിവസം അങ്ങ് പറയുകയുണ്ടായി, അവിടെ പാവപ്പെട്ട ഒരു പാമ്പ് പേടിച്ച് ടയറിനടിയിലേക്ക്, അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അത് വൃത്തിയാക്കുന്നതിനിടയിൽ പേടിച്ച ഒരു പാമ്പ് ടയറിലേക്ക് വന്നിരുന്നു. ആ ടയറിൻ്റെ താഴെ ഇരുന്ന ഒരു പാമ്പ് അവിടുത്തെ ഒരു ഹൗസ് സർജൻസി വിദ്യാർത്ഥിയെ കടിച്ചു. പണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഇപ്പോൾ ഒരു MLA ഉണ്ടല്ലോ, എന്തോന്നാ അത്, സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർ പണ്ടൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ പോലെ എന്താ പറഞ്ഞത്, മഹാത്മാഗാന്ധിയെ ഒന്ന് ചെറുതായി വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞില്ലേ ഈ സന്ദീപ് വാര്യർ? സന്ദീപ് വാര്യർ ഇപ്പോൾ പറയുന്നത് ദേശസ്നേഹം വളർത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞൊരു അവസ്ഥയായില്ലേ, ആ പാവപ്പെട്ട പാമ്പ് ഒന്ന് വെറുതെ കടിച്ചു എന്ന് പറയുന്നത് പോലെ ആയില്ലേ സഭയിൽ അങ്ങ് നടത്തിയൊരു പ്രസംഗം? അപ്പം ഇങ്ങോട്ട് നോക്കിയുള്ളൂ. പിന്നീട് കണ്ണാശുപത്രി, തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐ ക്ലിനിക്കാണ് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കണ്ണാശുപത്രി. അവിടെ സംഭവിച്ചത് എന്താ? ഒരു കുട്ടിയുടെ കണ്ണിന് ഇതുമായിട്ട് വന്നു, മരുന്ന് മാറി ആ കുട്ടിയുടെ കണ്ണിലൊഴിച്ചു. മരുന്ന് മാറിയിട്ട് ഒരു കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണിലൊഴിച്ചു, അതാണ് പ്രശ്നം. കണ്ണിലൊഴിച്ചു. ആ കുട്ടിക്ക് കണ്ണിൽ നീറ്റലും പുകച്ചിലും ചൊറിച്ചിലും ഒക്കെ അനുഭവപ്പെട്ടു. ഒടുവിൽ അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ, ആ കുട്ടിയെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. സ്വകാര്യ ആശുപത്രിയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോവുകയും മതിയായ ചികിത്സയും കൊടുക്കുകയും ചെയ്തതോടുകൂടി ആ കുട്ടിയുടെ കണ്ണിൻ്റെ പ്രശ്നം മാറി കിട്ടി. എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രിയെ തെരുവിൽ നിന്നുകൊണ്ട് എന്ത് തോന്നിയാസവും വിളിച്ചു പറയുമ്പോൾ അത്രയ്ക്ക് എളുപ്പമാണ് ഈ വകുപ്പ് ഭരിക്കുക എന്ന് അങ്ങ് കരുതിയിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ നമ്മൾ പച്ചയ്ക്ക് പറയേണ്ടി വരും, ഇപ്പം മോർച്ചറിയിലല്ലെന്നേ, ആരോഗ്യവകുപ്പ് മോർച്ചറിയിലേ അല്ല, ഇതിപ്പോൾ എടുത്ത് ശ്മശാനത്തിലേക്ക് ചിതയിൽ വെക്കാൻ പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി എന്ന് പറയേണ്ടി വരും. കായകൽപ്പം പോലുള്ള ചികിത്സകളൊന്നും ഇതിനെ ഏശത്തില്ല. ഏശണമെന്നുണ്ടെങ്കിൽ അതിനൊരു വിഷൻ ഉണ്ടാവണം. അങ്ങ് പറയാൻ ജനസമ്പർക്ക പരിപാടി നടത്തും എന്നങ്ങ് പറയുന്നുണ്ട്. ജനസമ്പർക്ക പരിപാടിയിലൂടെ എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഇവിടെ ജനസമ്പർക്കം നടത്തേണ്ടത്? ആശുപത്രിയിലേക്ക് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അങ്ങ് വെറുതെ ഓരോ ജില്ലയിലെയും ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും വെറുതെ അങ്ങ് യാത്ര ചെയ്താൽ മതിയെന്നേ. അവിടെ പോയാൽ അങ്ങേക്ക് കാര്യം മനസ്സിലാവും, എവിടെയാണ് എന്താണ് തകരാറ് ഈ സിസ്റ്റത്തിന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എടുത്താൽ പൊങ്ങാത്ത 2 വകുപ്പെടുത്ത് തലയിൽ വെച്ചിട്ട് കാര്യമില്ല. ദേവസ്വം ബോർഡ് വകുപ്പെടുത്ത് അങ്ങ് തലയിൽ വെച്ചിട്ടുണ്ട്. ആ ദേവസ്വം ബോർഡ് വകുപ്പിൻ്റെ പ്രശ്നം എന്താ? ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി പറയാൻ അങ്ങാണ് ഇനി ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി, മന്ത്രി. അങ്ങയുടെ കൂട്ടത്തിലുള്ള ഈ പറയുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നേ.
അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പാട്ടുണ്ടാക്കി പോറ്റിയെ കയറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങ് ഇത്രയും ദിവസമായിട്ടും ഏതെങ്കിലും ഒരു സഖാവിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തമാക്കലുകൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ അങ്ങ് നടത്തിയിട്ടുണ്ടോ? ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. വിദേശത്തുള്ള ഏതോ ഒരു ആള്, ഏതോ ഒരു വലിയ വ്യവസായി പറഞ്ഞു അത്രേ, അവിടെ കോടിക്കണക്കിന് രൂപയ്ക്ക് ശബരിമലയിൽ ഈ പറയുന്ന വിഗ്രഹങ്ങളും സ്വർണവും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായി പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് എവിടെയാ വ്യക്തി? ആഭ്യന്തരവും വിജിലൻസും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ ഈ പറയുന്ന രമേശ് ചെന്നിത്തല. എന്നിട്ട് ചെന്നിത്തലജിക്ക് ആളിനെ കണ്ടുകിട്ടാനോ സംസാരിക്കാനോ ഇതുവരെ കഴിഞ്ഞില്ലേ? പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ അറിവോടുകൂടി ഇവിടുത്തെ സ്വർണം കൊണ്ടുവന്ന് അദ്ദേഹം ഇടനിലക്കാരനായി കച്ചവടം ചെയ്തു എന്ന് പറയുന്നു. തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നേ. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ MLA പോലും അല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വിചാരിച്ചാൽ അറസ്റ്റ് ചെയ്യാമല്ലോ, നടപടിയെടുക്കാമല്ലോ. എന്നിട്ട് എന്തുകൊണ്ടൊന്നും നടക്കുന്നില്ല? അല്ലെ തെളിവുകൾ ഹാജരാക്കാമല്ലോ SITക്ക് മുന്നിൽ. എന്തുകൊണ്ട് തെളിവുകൾ ഹാജരാക്കുന്നില്ല? ഈ ആരോപണം ഉന്നയിച്ചവരെല്ലാം നാട് നീളെ പറഞ്ഞുകൊണ്ടിടം ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഈ തെളിവുകൾ SITയുടെ മുമ്പിലേക്ക് ഹാജരാക്കാത്തത്? ദിവസങ്ങൾ പലത് കഴിഞ്ഞില്ലേ? ഇതിനിടയിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് എതിരായിട്ട് കേസെടുക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ കേസെടുക്കാനും ആവശ്യമില്ലാത്ത പല കേസുകൾ, ഇപ്പോൾ കാഫി സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയെ നിയോഗിച്ചല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ തങ്ങളുടെ കയ്യിലിരിക്കുന്ന തെളിവുകൾ SIT, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SITയുടെ മുന്നിലേക്ക് തെളിവുകൾ സമർപ്പിക്കാൻ സാധിക്കാത്തത്? അപ്പോൾ ആ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും വസ്തുതയില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടി വരുന്ന ഒരാളല്ലേ ഈ ശരിക്കും K മുരളീധരൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കൂടിയായ വ്യക്തി? തീർച്ചയായിട്ടും അതെ. അപ്പോൾ അങ്ങ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, അത് ഏറെക്കുറെ തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്താണ്? സ്വകാര്യ നിക്ഷേപം ആശുപത്രി മേഖലയിൽ, സ്വകാര്യ ആരോഗ്യ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്ത് സ്വകാര്യ നിക്ഷേപം? അപ്പോൾ അങ്ങ് ഉദ്ദേശിച്ച അല്ലെങ്കിൽ UDFൻ്റെ പ്രഖ്യാപിതമായ നയം ഇവിടെ ശരിയാകാൻ പോകുന്നു. എന്ന് വെച്ചാൽ ആരോഗ്യ മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ സ്വകാര്യ നിക്ഷേപം വരുമ്പോൾ ഈ നിക്ഷേപിക്കുന്ന ഏമാന്മാർക്ക് എന്തെങ്കിലും മാസാവസാനമാകുമ്പോൾ എന്തെങ്കിലും കൈ വെച്ച് കൊടുക്കണ്ടേ? ലാഭവിഹിതം കൊടുക്കണ്ടേ? അപ്പം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ധർമാശുപത്രികൾ എന്ന് വിളിക്കുന്ന സർക്കാർ ആശുപത്രികൾ നാളെ മുതൽ മുഖച്ഛായ മാറുകയാണ്. സേവനം വേണോ? നിങ്ങൾക്ക് പണം തരേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഒരു ഉത്തരേന്ത്യയിലെ ഒരു സ്ഥലത്ത് കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ കാല് വീണ്ടും അടിച്ചൊടിച്ചു എന്ന് പറയുന്ന ഡോക്ടർ ആ ഒരു നിലവാരത്തിലേക്ക്, ഫൗസിയാബാദോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കൈക്കൂലി കൊടുക്കാത്തതിന് സർജറി ചെയ്ത കാല് വീണ്ടും തല്ലിയൊടിച്ചു ഡോക്ടർ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ ഡോക്ടർമാർ മാറും, സ്വാഭാവികമായി മാറാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന സ്വകാര്യ വൽക്കരണം അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപിക്കുന്നവർക്ക് കാശ് കൊടുക്കണം. അവർക്ക് അവരുടെ അടുത്ത ഒരു സാമ്പത്തിക വർഷം അവസാനമാകുമ്പോൾ അവർക്ക് അവിടെ ലാഭം കിട്ടുന്ന തരത്തിലേക്ക് റീഡിസൈൻ ചെയ്യേണ്ടി വരും നമ്മുടെ ആശുപത്രികളെ. അപ്പോൾ ധർമാശുപത്രി എന്നുള്ളത് മാറിയിട്ട് ഇന്ന് അധർമാശുപത്രിയാക്കി നമ്മുടെ സർക്കാർ മേഖലയെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കും കൂടെ കാര്യങ്ങളെത്തും. അതിനുള്ള പദ്ധതിയാണ് അങ്ങ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അങ്ങയുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, മഞ്ചേരിയിൽ ഒരു വയോധികയുടെ കാലിലെ ഞരമ്പ് മുറിച്ച് കളഞ്ഞ സംഭവം, തിരുവനന്തപുരത്ത് കാലിൽ ഒരാളുടെ മെഡിക്കൽ കോളേജിൽ കാലിൽ മരക്കഷ്ണം വെച്ച് തയ്ച്ചു വിട്ട സംഭവം, ഒരാൾ കട്ടിലിൽ നിന്ന് വീണ് മരിച്ച സംഭവം, ഒരു കുട്ടിയുടെ കണ്ണിലേക്ക് മരുന്ന് മാറി ഒഴിച്ച് കൊടുക്കുന്ന സംഭവം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നവജാത ശിശുവിൻ്റെ കൈ ഒടിഞ്ഞു പുറത്തേക്ക് എടുക്കുന്ന സംഭവം, ഇതൊക്കെ എന്നിട്ട് ആ വീട്ടുകാരെ പോലും അറിയിക്കാത്ത തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ? സത്യത്തിൽ ഇതൊക്കെ കാണേണ്ട ഒരാൾ തന്നെയല്ലേ ഒരു വൈദ്യുത വകുപ്പ്, ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെ കുറ്റം പറയുകയും ആ സിസ്റ്റത്തിൻ്റെ തലപ്പത്തേക്ക് എത്തിക്കഴിയുമ്പോൾ കുറ്റം പറയാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിലേക്കാണ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നായര് പിടിച്ച പുലിവാല് പോലെയാണ് മുരളിയേട്ടൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ 2 വകുപ്പുകളും എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.